മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെട്ടെന്നൊരു ബിരിയാണി റെഡിയാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ചെടുക്കാം. അതിനുശേഷം കുക്കറിനകത്ത് കുറച്ച് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനകത്ത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി അതിനകത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ സമയത്ത് കൈകൊണ്ട് മിക്സ് ആക്കാൻ ശ്രദ്ധിക്കുക. അന്നേരം എല്ലായിടത്തും നമ്മളിട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എത്തിച്ചേരും. അതിനുശേഷം കുക്കർ അടച്ച് 1 വിസിൽ കേൾക്കുന്നത് വരെ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുക. പിന്നെ നമ്മൾ ചിക്കൻ റെഡിയാക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം കിസ്മിസ് വറുത്തെടുക്കണം. ആദ്യം മുന്തിരിയിട്ട് വറക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ് കഷ്ണിട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി വറുത്ത് കോരുക. അതും നല്ലപോലെ വറുത്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് രണ്ടും വറുത്ത് കോരിയതിന് ശേഷം കുറച്ച് സവാള സ്ലൈസ് ചെയ്തത് ഈ എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് വറുത്തെടുക്കണം. അത് നമുക്ക് അവസാനം ബിരിയാണിയിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അത് നല്ലപോലെ വഴറ്റി എടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വറുക്കാൻ. അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അത് മൂപ്പിച്ച് കോരിയതിന് ശേഷം അതിലോട്ട് നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമായ സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം വേണം സവാള ഇട്ട് കൊടുക്കാൻ. ആ സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയാൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത പേസ്റ്റ് കുറച്ച് ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ചിക്കനിൽ പുരട്ടിയത്. അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് വേണം ഇതിനകത്തിടാൻ. പിന്നെ കുറച്ച് മുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ച് വേണം ഇതിനകത്ത് ചേർക്കാൻ. കാരണം നമ്മൾ നേരത്തെ ഇതെല്ലാം ചിക്കനിൽ കുറച്ച് മാഗ്നേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് വേവിക്കാൻ വെച്ചത്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഇറച്ചി മസാല ഇതെല്ലാം കൂടി ചേർത്ത് 2 സ്പൂൺ ഇറച്ചി മസാല ഞാൻ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് വേണം നല്ലപോലെ വഴറ്റിയെടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് 2 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് അതിലോട്ട് വരണം. അതിനുശേഷം തക്കാളിയും ചേർത്ത് കുറച്ച് സമയം ഇത് അടച്ച് വയ്ക്കണം. അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞ് അതിനകത്തോട്ട് ചേരും. അതിനുശേഷം നമ്മൾ 1 ഗ്ലാസ് തൈര്, നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. നല്ലപോലെ അത് ഇളക്കിയെടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കനും ഈ അരപ്പിൽ നല്ലപോലെ ഇളക്കി ചേർക്കണം. നല്ലപോലെ ഇളക്കി ചേർത്ത് ഒരു തിള വരപ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം.
അതിനുശേഷം നമ്മൾ ബിരിയാണി ദമ്മിടാൻ വയ്ക്കുന്ന പാത്രം അടുപ്പിൽ വെച്ച് ഇച്ചിരി നെയ്യ് ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുക്കുക. അതിനകത്തോട്ട് ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കുന്ന ചിക്കൻ, പിന്നെ വീണ്ടും അതിൻ്റെ പുറത്ത് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനൊരു 3 ലെയറായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതിന് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന സവാളയും കിസ്മിസും എല്ലാം കൂടി മേലിലിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ദമ്മിട്ട് വയ്ക്കുക. അടച്ച് ഒരു ചെറിയ തീയിൽ കുറച്ച് സമയം ഒന്ന് ആവി കയറ്റണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അതെല്ലാം കൂടി ചെയ്ത് ദമ്മിട്ട് വേണം എടുക്കാൻ. അതിനുശേഷം നല്ല സ്വാദിഷ്ടമായ ബിരിയാണി റെഡിയായി. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.